ഹായ് ഡിയേഴ്സ്, നമസ്കാരം. ഞാൻ റിസ്ന. എല്ലാവർക്കും റിസ്നാസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് ചടപടേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഊണിൻ്റെ കൂടെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുള്ളൂ. എന്നാൽ ശരി, ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഈ ഒരു നാടൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. ഞാനിവിടെ ഏകദേശം 100 ഗ്രാം അളവിൽ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ എണ്ണയിൽ വഴറ്റുമ്പം പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിനകത്തുള്ള വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതിയും അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയാണ്. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് നാടൻ തക്കാളിയാണ്. പുളി കുറച്ച് കൂടുതലുള്ള തക്കാളി ആയിരിക്കും. നാടൻ തക്കാളിയാണ് ഇതുപോലെയുള്ള കറികൾക്ക് ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 4 പച്ചമുളക് കീറിയതാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരുത്തണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമ്മളിതിലേക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നമ്മളുടെ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പാകമാവും. ആ ഒരു ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മളുടെ ഗ്രേവിക്ക് പാകത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കൊക്കെ ഓൾറെഡി വെന്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഒന്ന് വെന്ത് നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് ചേർക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ തേങ്ങയും 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ 2-3 കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു തേങ്ങ അരപ്പിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പിനകത്ത് ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേക്കും കറീൻ്റെ ടേസ്റ്റ് വ്യത്യാസം വന്നു പോകും. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ്. പിന്നെ ഒരുപാട് തിക്കായിട്ടും വേണ്ട, നമുക്ക് ഒരുപാട് തേങ്ങ ഈ കറിയിലേക്ക് വേണ്ട, ഒരല്പം തേങ്ങ മതിയാകും. ഇനി നമുക്ക് കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് 1-2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 4-5 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് 1 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറിയിലേക്ക് നമുക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുമൊന്നും വേണ്ട. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ആ താളിച്ച അതിലേക്ക് തന്നെ നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. കാരണം ആ താളിപ്പിൻ്റെ ഒരു പുകയുണ്ടല്ലോ, അതൊക്കെ ഈ കറിയിലേക്ക് ഫ്ലേവേഴ്സ് ഇറങ്ങണം. ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മൂടി തുറന്നിട്ട് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറീൻ്റെ ടെക്സ്ചറും ഒക്കെ നല്ലൊരു പാകത്തിനായിട്ടുണ്ട്. ഒരുപാട് കുറുകിയിട്ടുമല്ല, ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കേട്ടോ ഈ ഒരു കറീൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഊണിന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മീൻകറി വേണ്ടവർ മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ കുശാലായിരിക്കും. ഇപ്പോൾ മീൻ പൊരിച്ചതോ പപ്പടോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. ഇനി അത് മാത്രമല്ല, ഒന്നുമില്ലെങ്കിൽ പോലും ഈ ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ.